ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിയാബ്ലോ ഗാർഡിയൻ എന്ന വെബ് സീരീസിൻ്റെ ആദ്യത്തെ സീസണിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ്. ഈ സീരീസിൻ്റെ മുമ്പത്തെ എപ്പിസോഡ്സ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് മുകളിലെ ഐ ബട്ടണിൽ പ്ലേസ് ചെയ്യാം. നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഹോട്ടലിൽ സംസാരിച്ചിരിക്കുന്ന വയലറ്റിൻ്റെയും പിഗിൻ്റെയും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. പിഗ് വയലറ്റിനോട് അവൻ തന്നെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നു എന്ന കാര്യമെല്ലാം തുറന്നു പറയുന്നു. എന്നാൽ വയലറ്റ് ഇതിനെ ഒരു തമാശ രൂപേണയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന പിഗ് ആവട്ടെ വയലറ്റിനോട് അവിടെ വെച്ച് ദേഷ്യപ്പെടുന്നു. പിഗ് വയലറ്റിനോട് ദേഷ്യപ്പെടുന്നത് കണ്ട് അപ്പുറത്തെ ടേബിളിലെ ആൾക്കാരെല്ലാവരും കൂടി പിഗുമായി വഴക്കിടുന്നു. എന്നാൽ ആ സമയത്ത് വയലറ്റ് പിഗിനെ അവിടെ നിന്നും രക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നു. വയലറ്റ് പിഗിനോട് അവളുടെ മറുപടി അവനെ വേദനിപ്പിച്ചോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ അപ്പോഴും പിഗ് വയലറ്റിനോട് അവൻ ഇപ്പോഴും അവളെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവിടെ കട്ട് ചെയ്ത് പ്രസന്റിൽ മിസ്റ്റർ എക്സിനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത്. അവനെ കല്യാണം കഴിക്കാം എന്ന ഉദ്ദേശത്തിൽ വയലറ്റ് വന്നെങ്കിലും അവളുടെ മനസ്സിൽ വേറെ ആശയങ്ങൾ ഉദിച്ചതുകൊണ്ട് അവൾ അവനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവിടെ കട്ട് ചെയ്ത് പാർക്കിലെ ഒരു ബെഞ്ചിൽ ഒറ്റയ്ക്കിരുന്ന് തനിക്ക് ഈ അവസ്ഥയാക്കിയ ഫിലിപ്പിന് എങ്ങനെ പണി കൊടുക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത്. കുറെ നേരം ചിന്തിച്ചിരുന്നതിനു ശേഷം അവളുടെ മനസ്സിൽ ഒരു ആശയം ഉദിക്കുന്നു. അവിടെ കട്ട് ചെയ്ത് പിന്നീട് ഒരു പാലത്തിന് മുകളിൽ നിന്ന് ഒരു പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ പേപ്പറിൽ എന്താണെന്ന കാര്യം നമുക്ക് ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല. അവിടെ കട്ട് ചെയ്ത് പിന്നീട് ഹെൻറിയെ മീറ്റ് ചെയ്യാൻ ചെല്ലുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത്. ആ സമയത്ത് വയലറ്റ് ഹെൻറിയോട് ഫിലിപ്പ് ഇത്രയും കാലം നിന്നെ പറ്റിക്കുകയായിരുന്നു എന്ന കാര്യമെല്ലാം തുറന്നു പറയുന്നു. വയലറ്റ് എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. അവസാനം വയലറ്റ് അവന് ആ പേപ്പർ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. സത്യത്തിൽ ആ പേപ്പറിൽ ഹെൻറിയുടെ അമ്മയുടെ എമിഗ്രേഷൻ വിസയാണ് ഉണ്ടായിരുന്നത്. ഹെൻറി ഇത്രയും കാലം ഫിലിപ്പിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നത് ഈ പേപ്പർ ശരിയാക്കി കിട്ടാൻ വേണ്ടിയായിരുന്നു. ഫിലിപ്പ് ഹെൻറിയോട് ഈ പേപ്പർ ശരിയാക്കാൻ വേണ്ടി ഒരുപാട് പൈസയെല്ലാം വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടായിരുന്നു ഹെൻറി ഡ്രഗ്സ് എല്ലാം സെയിൽ ചെയ്യാൻ വേണ്ടി ആരംഭിച്ചത്. വയലറ്റ് പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാനാവാതെ വന്ന ഹെൻറി ഫിലിപ്പിനെ വിളിച്ച് ഇതിനെപ്പറ്റിയെല്ലാം ചോദിക്കുന്നു. എന്നാൽ ഫിലിപ്പ് ആവട്ടെ ഹെൻറിയോട് ഇനിയും ഡോക്യുമെന്റ്സ് എല്ലാം കുറേ വേണ്ടി വരുമെന്നും അതിനുവേണ്ടി ഇനിയും ഒരു $30,000 എല്ലാം കെട്ടിവെക്കേണ്ടി വരുമെന്നുമെല്ലാം പറഞ്ഞ് ഹെൻറിയോട് വീണ്ടും പൈസ ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് ഹെൻറിക്ക് ഫിലിപ്പ് തന്നെ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നു എന്ന കാര്യം പൂർണ്ണമായി ബോധ്യപ്പെട്ടത്. അവൻ ദേഷ്യത്തോടെ അവന്റെ തോക്കുമെടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നു. വയലറ്റ് ആവട്ടെ അവന്റെ ദേഷ്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഫിലിപ്പിന്റെ കുറ്റങ്ങളെല്ലാം അവന് പറഞ്ഞു കൊടുക്കുന്നു. അവിടെ കട്ട് ചെയ്ത് കാറിൽ ഫിലിപ്പിന്റെ ഫ്ലാറ്റിലേക്ക് പോകുന്ന വയലറ്റിനെയും ഹെൻറിയെയുമാണ് കാണിക്കുന്നത്. അവിടെ എത്തിയ ശേഷം വയലറ്റ് ടാക്സിക്കാരന് സമീപം അവിടെ വെയിറ്റ് ചെയ്യുകയും ഹെൻറി മുകളിലെ റൂമിലേക്ക് കയറി പോവുകയും ചെയ്യുന്നു. ഹെൻറി ഡോർ നോക്ക് ചെയ്യുന്നതിന് മുമ്പായി അവന്റെ ഗൺസ് എല്ലാം ലോഡ് ചെയ്ത് വെക്കുന്നു. അവൻ ഡോർ നോക്ക് ചെയ്ത ഉടൻ തന്നെ ഫിലിപ്പ് വന്ന് വാതിൽ തുറക്കുന്നു. അവൻ ഹെൻറിയോട് പൈസ കൊണ്ടുവന്നോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ഹെൻറി എന്തിനാണ് ഈ പ്രോസസ്സിന് ഇത്രയും പൈസ എന്ന കാര്യങ്ങളെല്ലാം ഫിലിപ്പിനോട് ചോദിക്കുന്നു. എന്നാൽ ഫിലിപ്പ് ആ സമയത്ത് ഓരോ മുട്ടിന്യായങ്ങളെല്ലാം പറഞ്ഞ് ഹെൻറിയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതെല്ലാം ഫിലിപ്പിന്റെ അടവാണെന്ന് മനസ്സിലാക്കിയ ഹെൻറി ഗൺ എല്ലാം ലോഡ് ചെയ്ത് ഫിലിപ്പിന് നേരെ വരുന്നു. ഫിലിപ്പിനെ ഗൺ പോയിന്റിൽ നിർത്തിയതിനു ശേഷം ഹെൻറി ഫിലിപ്പിനോട് ഈ ഡോക്യുമെന്റ് ഇത്രയും കാലം കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവന് നൽകാഞ്ഞത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ഹെൻറി എന്തൊക്കെ ചോദിച്ചിട്ടും ഫിലിപ്പ് ഒന്നും തന്നെ റെസ്പോണ്ട് ചെയ്യാതെ ഇരിക്കുന്നു. അവിടെ കട്ട് ചെയ്ത് പിന്നീട് ബിൽഡിങ്ങിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയത്ത് ബിൽഡിങ്ങിൽ നിന്നും ഒരു ഗൺ ഫയറിന്റെ ശബ്ദമെല്ലാം കേൾക്കുന്നു. തൊട്ടു പിന്നാലെ അവിടേക്ക് ഹെൻറിയും ഓടി വരുന്നു. രണ്ടുപേരും കൂടി ആ ടാക്സി കാറിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അതിനുശേഷം ഹെൻറിയുടെ വീട്ടിലെത്തിയ വയലറ്റ് അവന്റെ ബോധം പോവും വിധം അവനെ കുടിപ്പിക്കുന്നു. അവന്റെ ബോധമെല്ലാം പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൻ ഇത്രയും കാലം സ്വരുക്കൂട്ടി വെച്ചിരുന്ന പൈസ മൊത്തം അടിച്ചു മാറ്റി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അവിടെ കട്ട് ചെയ്ത് ഓഫീസിൽ ആരും കാണാതെ പിഗിന്റെ ക്യാബിനിൽ നിന്നും ഒരു ഫയൽ അടിച്ചു മാറ്റുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത്. അവിടെ കട്ട് ചെയ്ത് ഓഫീസിലേക്ക് ലേറ്റായി വരുന്ന പിഗിനെയാണ് കാണിക്കുന്നത്. എന്നാൽ പിഗ് ലേറ്റായി വരുന്നത് അവന്റെ മാനേജർ കൈയോടെ പൊക്കുന്നു. അയാൾ പിഗിനോട് അവൻ നോവൽ എഴുതുന്ന കാര്യത്തെ പറ്റിയെല്ലാം ചോദിക്കുന്നു. അവിടെ കട്ട് ചെയ്ത് പിന്നീട് അടിച്ചു മാറ്റിയ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത്. ആ ഫയൽ നിറച്ചും വയലറ്റിനെ ബേസ് ചെയ്ത് വന്നിരുന്ന ന്യൂസ് ആർട്ടിക്കിൾസും റിപ്പോർട്ട്സും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിഗ് വയലറ്റിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും വയലറ്റ് പിഗിന്റെ ഫോൺ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. ഇത് അവന് വളരെയധികം വിഷമമുണ്ടാക്കുന്നു. അവൻ അപ്പോൾ തന്നെ മാനേജറോട് പറഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ മാനേജർ എന്താണ് റീസൺ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ കമ്പനിക്ക് മാർക്കറ്റിനെ പറ്റിയ ഒരു ഐഡിയ അവന്റെ കയ്യിലുണ്ട് എന്ന ഒരു കള്ളം അവൻ പറയുന്നു. ആക്ച്വലി മീറ്റിംഗിനിടയിൽ വയലറ്റിനെ കാണാൻ വേണ്ടിയായിരുന്നു പിഗ് ഇതുപോലെ ഒരു കള്ളം പറഞ്ഞത്. പിഗ് പറഞ്ഞ മാർക്കറ്റിംഗ് ഐഡിയ മാനേജർ അവരുടെ ടീം മെമ്പേഴ്സിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. എന്നാൽ ബാക്കി മെമ്പേഴ്സ് ഇത് അപ്രൂവ് ചെയ്യാം എന്ന് പറയുമ്പോൾ ബോസിന്റെ കൂടെ സമ്മതം ലഭിച്ചിട്ട് മാത്രമേ ഇത് അപ്രൂവ് ചെയ്യാൻ പറ്റൂ എന്ന കാര്യം പറയുന്നു. എന്നാൽ ആ സമയത്ത് അവിടേക്ക് അവരുടെ ബോസ് കടന്നു വരുന്നു. അവരുടെ ബോസ് മറ്റാരുമായിരുന്നില്ല, അത് നമ്മുടെ ഫിലിപ്പായിരുന്നു. ഫിലിപ്പിനെ കണ്ട് വയലറ്റും പിഗും ഞെട്ടുന്നത് കാണിച്ചുകൊണ്ട് ഈ സീരീസിന്റെ ആദ്യത്തെ സീസൺ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി എപ്പിസോഡ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.